ഫസ്റ്റ് നമുക്കറിയാം ഒരു പാസേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാൻ ഒരു പാസേജ് കിട്ടിയാൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താണ്, സെൻറ്റൻസ് ഏത് ടെൻസിലാണെന്ന് നോക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈസ് എന്ന ഓക്സിലറി വേർബ് വന്നതുകൊണ്ട് നമുക്കറിയാം എന്താണ് അതൊരു പ്രസൻറ്റ് ടെൻസ് ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് നമുക്ക് തന്നിട്ടുള്ള ഒരു എഡിറ്റിംഗ് ചെയ്യാനുള്ളത് ഹാവ് ബീൻ ആണ്. ഇവിടെ വാങ്ക എന്നുള്ളതൊരു സിംഗുലർ നൗണാണ് അല്ലേ, സിംഗുലർ നൗണാണ്. സിംഗുലർ നൗണിൻ്റെ കൂടെ ഹാസ് പോവും, പക്ഷേ ഹാവ് പോവില്ല. ഹാവ് പ്ലൂരൽ നൗണിൻ്റെ കൂടെയാണ് പോവുക. അപ്പോൾ ഹാവിന് പകരം നമ്മളിവിടെ എന്താ കൊടുക്കേണ്ടത്, ഹാസ് ആണ് എഡിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ഹാസ്. ഓക്കെ, അടുത്തത്. അപ്പോൾ അതാണ് അവിടുത്തെ മിസ്റ്റേക്ക്. ദെൻ ഓൺ ക്രിസ്മസ് ഈവ് അല്ലേ, ക്രിസ്മസ് ഈവനിങ് എന്നുള്ളതാണ് ഒരു ടൈമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അടുത്തതൊരു റിലേറ്റീവ് പ്രോനൗൺ, വേർ എന്ന റിലേറ്റീവ് പ്രോനൗണാണ് നമുക്കിവിടെ എഡിറ്റ് ചെയ്യാൻ മിസ്റ്റേക്കായിട്ട് തന്നിട്ടുള്ളത്. വേർ എന്ന് പറയുന്നത് ഒരു സ്ഥലത്തെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേർ എന്ന പ്രോനൗൺ യൂസ് ചെയ്യുക, റിലേറ്റീവ് പ്രോനൗൺ യൂസ് ചെയ്യുക. ഇവിടെ നമ്മൾ ഒരു ടൈമാണ്, ക്രിസ്മസ് ഈവനിങ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ടൈമാണ്. ടൈം ആകുമ്പോൾ നമ്മൾ അവിടെ എന്ത് റിലേറ്റീവ് പ്രോനൗണോ യൂസ് ചെയ്യുക, വെൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് അവിടുത്തെ മിസ്റ്റേക്ക്. അടുത്തത് നോക്കൂ, വാങ്ക സിറ്റ്സ് ഡൗൺ ടു റൈറ്റിംഗ് എ ലെറ്റർ അല്ലേ. റൈറ്റിംഗ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ING ഫോമാണ് തന്നിട്ടുള്ളത്. നമ്മൾ പഠിച്ചു, നമ്മൾ ആദ്യം കണ്ടെത്തിയിട്ടുണ്ട് ഇതൊരു പ്രസൻറ്റ് ടെൻസാണ്. അപ്പോൾ ഇവിടെ ഒരു V1 ഫോമാണ്, വെർബിൻ്റെ V1 ഫോമാണ് കൊടുക്കേണ്ടത്. എന്താ കൊടുക്കുക, റൈറ്റ് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അതാണ് ഇവിടുത്തെ മിസ്റ്റേക്ക്. ഇത്രയും കഴിഞ്ഞാൽ നമ്മളുടെ എന്തായി, നമുക്ക് അവിടുത്തെ ആൻസറായി. ഓക്കെ, അപ്പോൾ ഇനി താഴെ 2-3 എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ സ്വയമേ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഡൗട്ട്സൊക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ബൈ.